ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ദിജേഷ് ദിനേശൻ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഒരു സെഷനുമായിട്ടാണ് അല്ലെ. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സമയമാണ്. എല്ലാവരും പഠിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കൂ, എങ്ങനെയാണ് ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആകാംക്ഷയിലാണ് പലരും ഇരിക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതാണെങ്കിലും പുതിയതായിട്ട് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം, അങ്ങനെ കുറച്ച് സംശയങ്ങൾ നിലനിൽക്കുന്ന സമയമാണ്. നോക്കൂ, പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡിങ് ഇൻ ന്യൂ ക്വസ്റ്റ്യൻ പാറ്റേൺ, അതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡിങ് ഇൻ ന്യൂ ക്വസ്റ്റ്യൻ പാറ്റേൺ? എന്താണ് ന്യൂ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്? നമ്മുടെ ഈ സമീപകാലത്ത് കണ്ടുവരുന്ന PSC പരീക്ഷകളിലെല്ലാം ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് മാതൃക ചോദ്യങ്ങൾ, നമ്മൾ പണ്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത് ഒരു മാതൃകയാക്കി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന പരീക്ഷകൾക്ക് വ്യത്യസ്തമായിട്ട് എല്ലാ ടോപ്പിക്കിൽ നിന്നും പ്രസ്താവന ചോദ്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതി, പ്രസ്താവന ചോദ്യങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതി, അതുപോലെ തന്നെ ടൈം ഒരുപാട് സ്പെൻഡ് ആവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു രീതി ഇപ്പൊ ഈ അടുത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ന്യൂ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പഠനം ആരംഭിക്കേണ്ടത്. അതായത് ഓരോ ഭാഗം പഠിക്കുമ്പോഴും അവിടെ നിന്ന് വരാവുന്ന ഒരു പ്രസ്താവന ചോദ്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പഠന രീതി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ദെൻ പ്രാക്ടീസിങ് ബൈ ക്രിയേറ്റിംഗ് സച്ച് ക്വസ്റ്റ്യൻ യുവർ സെൽഫ്, അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എങ്ങനെ സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ. നമുക്കറിയണം ഒരു ടോപ്പിക്ക് പഠിക്കുന്ന ഭാഗത്ത് എങ്ങനെ അവിടുന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ഹിസ്റ്ററിയുടെ ഭാഗം പഠിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കാം ചോദ്യം വരുന്നത്. ആ രീതിയിൽ നമ്മൾ തന്നെ നോട്ട് ഉണ്ടാക്കി പഠിക്കുന്ന സമയത്ത് എന്തും കൂടി ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ തയ്യാറാക്കിക്കൊണ്ട് പഠനത്തിലേക്ക് വരിക. അത് കുറച്ചുകൂടി നല്ലൊരു മെത്തേഡായിരിക്കും. അതുപോലെ ഇൻക്ലൂഡിങ് NCERT അല്ലെ, നമുക്കറിയാം ഈ NCERT പാഠഭാഗം എന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടാണ് ചില പരീക്ഷകളിലൊക്കെ വരുന്നത് അല്ലെ. എക്കണോമിക്സ് പോലെയുള്ള ഭാഗങ്ങൾ, ജോഗ്രഫി, ഹിസ്റ്ററി പോലെയുള്ള ഭാഗങ്ങളൊക്കെ എപ്പോഴും NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് മലയാളത്തിൽ, മാത്സിലൊക്കെ NCERT ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഒരു മേഖലയെ നമുക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ സാധിക്കില്ല. അത് എല്ലാ 5 മുതൽ 10 വരെ +1 +2 ഏതായാലും വേണ്ടി, ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ SCERT NCERT +1 +2 എല്ലാ അതുവരെയുള്ള പുസ്തകങ്ങൾ നമ്മളൊന്ന് റെഫർ ചെയ്യേണ്ടി വരും. അതും പുസ്തകത്തിന്റെ വലിപ്പം കണ്ട് നമ്മൾ പേടിക്കേണ്ടതൊന്നുമില്ല. അവിടെ നിന്ന് സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന സമയത്ത്, ഈ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് SCERT NCERT ഏതൊക്കെ മേഖലയിൽ നിന്ന് വരാം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവന്ന് എല്ലാ പാഠങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ആ ചാപ്റ്ററുകൾ, ആ യൂണിറ്റുകൾ അതിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് SCERT NCERT ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാവുന്നതാണ്. പിന്നെന്താണ്, സ്റ്റാർട്ടിങ് വിത്ത് ദി കോമൺ സെക്ഷൻ. അതായത് പ്രിലിംസിനും മെയിൻസിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കോമൺ ഭാഗം ഉണ്ടായിരിക്കും അല്ലെ. ആ ഭാഗം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വിട്ടുപോകരുത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള യൂറോപ്യൻസിന്റെ അറൈവൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം, യൂറോപ്യന്മാരുടെ ആഗമനം, ആ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് പ്രിലിംസിലും ചോദ്യം കാണാറുണ്ട്, മെയിൻസിലും ചോദ്യം കാണാറുണ്ട്. സിവിക്സ് പോലെയുള്ള ഭാഗങ്ങൾ, ഇമ്പോർട്ടന്റ് ലോ പോലെയുള്ള ഭാഗങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെയുള്ള ഭാഗങ്ങൾ, അവിടെ നിന്നൊക്കെ പ്രിലിംസിനും മെയിൻസിനും എന്ത് കാണാറുണ്ട്? ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ അതൊരു കോമൺ സെഷനായിട്ട് നമ്മൾ, അല്ലെങ്കിൽ കോമൺ ടോപ്പിക് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ആ ഭാഗത്ത് നിന്ന് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഒരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്നത്? എന്താണ് ഹിസ്റ്ററി? പ്രിലിംസ് ആണെങ്കിൽ 10 മാർക്കിനാണ് ഹിസ്റ്ററി ഉണ്ടായിരിക്കുക. കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി അതിൽ ഉൾപ്പെടും. അത് മെയിൻസിനാണെങ്കിൽ അത് 5 ആയിട്ട് ചുരുങ്ങും. അപ്പൊ നമ്മൾ എന്ത് വേണം? കോമൺ ടോപ്പിക്ക് എന്തായാലും പഠിച്ചിരിക്കണം. ആ മെയിൻസ് ആവുന്ന സമയത്തേക്ക് ഒരു അധിക വായനയ്ക്ക് കുറച്ച് ടോപ്പിക്ക് നമ്മുടെ കയ്യിൽ ബാക്കി നിൽക്കാവൂ. ജോഗ്രഫി ആണെങ്കിൽ 10 മാർക്കിനില്ല, ഇവിടെ 5 തന്നെയാണ്, ഇവിടെ 5 തന്നെയാണ്. അപ്പൊ മെയിൻസ് പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു കോമൺ പഠനമാണ് എന്തിന്റെ ഭാഗത്ത് വേണ്ടത്? ജോഗ്രഫിയുടെ ഭാഗത്ത് വേണ്ടത്. ജോഗ്രഫിയുടെ ഭാഗമാണെങ്കിൽ ഈ ഇന്ത്യയുടെ ഒരു ഫിസിയോളജി എന്ന് പറയുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു പർവ്വതനിര, റിവർ, അതുപോലെ തന്നെ ബേസിക് ഘടന ഇന്ത്യയുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട്, പെനിൻസുലാർ പ്ലാറ്റ്യൂ എന്ന് പറയുന്ന ഒരു ഭാഗം, അതുപോലെ തന്നെ ഈ പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം, പിന്നെ അതുമായി ബന്ധപ്പെട്ട് ചില വന്യജീവി സങ്കേതങ്ങൾ, ഡാമുകൾ, പാലങ്ങൾ, ഇത്തരം ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരു
ഓവറോൾ വായന നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ജോഗ്രഫി നമുക്ക് പെട്ടെന്ന്, അതുപോലെ തന്നെ ഒരു ഭൂമിയുടെ സ്ട്രക്ചർ, ആ ഒരു ഭാഗം ഈ അടുത്ത കാലത്ത് പരീക്ഷാ പേപ്പറിൽ ചോദ്യ പേപ്പറിൽ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ SCERT NCERT ഒട്ടുമിക്ക ചാപ്റ്ററുകളും വായിച്ചു കഴിഞ്ഞാൽ ഒരു ഏവറേജ് മാർക്കിലേക്ക് നമുക്ക് എത്താവുന്ന രീതിയിലേക്ക് എത്തും. ദെൻ സെലക്റ്റീവായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ചില മേഖലകൾ കൃത്യമായിട്ട് പഠിച്ചു പോകുക. മാർക്കിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ഇക്കണോമിക്സ് ആണെങ്കിലും മാർക്കിൽ വ്യത്യാസം വരുന്നില്ല. ഈ അടുത്ത കാലത്തെ മത്സര പരീക്ഷകളിൽ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം വരുന്നു. അതുപോലെ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നു. SCERT പാഠങ്ങളിലെ SCERT NCERT ചാപ്റ്ററുകളിലെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ പോയിന്റുകൾ എടുത്ത് ചോദിക്കുന്നു. അപ്പൊ എക്കണോമിക്സ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത് SCERT NCERT ചാപ്റ്ററുകളെ നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണം, അതൊന്ന് വായിച്ചിരിക്കണം. നമുക്ക് ഒരു ഹിന്റ് കണ്ടിട്ട് ഉത്തരത്തിലേക്ക് എത്താവുന്ന രീതിയിലേക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ മാർക്കിൽ വലിയ വ്യത്യാസമില്ല. 5 മാർക്കും മെയിൻസിന്, 5 മാർക്ക് പ്രിലിംസിന് തന്നെയാണ് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫോർമേഷൻ, ആ ഒരു കാലഘട്ടം, അതുപോലെ തന്നെ അതിനുശേഷം ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം 1950 ജനുവരി 26 ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷമുള്ള ഒരു ഭാഗം, ഇങ്ങനെ 3 ഘട്ടമായിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കല്. അപ്പൊ അതിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ചില ഭാഗങ്ങളുണ്ട്. സ്ഥിരമായിട്ട് ചോദ്യം വരാവുന്ന ചില വകുപ്പുകൾ, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ, അത്തരം കാര്യങ്ങൾ, വിദ്യാഭ്യാസ അവകാശ നിയമമൊക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു ഭാഗമാണ്. അപ്പൊ അത്തരം ഭാഗങ്ങൾക്ക് ഒരു ഊന്നൽ നൽകിക്കൊണ്ട് നമ്മൾ പ്രിലിംസിനും മെയിൻസിനും ഒരേ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കോമൺ സെക്ഷൻ തീർക്കുകയാണെങ്കിൽ നമുക്ക് ആ മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ബേസിക് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഒരു ബേസ് പ്രിലിംസിനാണെങ്കിൽ 5 മാർക്കിനും അതുപോലെ തന്നെ മെയിൻസിനാണെങ്കിൽ 3 മാർക്കിനാണ് ചോദിക്കുന്നത്. ഒരുപാട് സമയം നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ടോപ്പിക് ഒന്നും നമ്മൾ പഠിച്ചത്തില്ല. അപ്പൊ മെയിൻ ആയിട്ട് +1 10th പാഠങ്ങളിലെ ക്ലാസ്സുകളിലെ +1 10th ക്ലാസ്സുകളിലെ SCERT NCERT പുസ്തകങ്ങൾ മാക്സിമം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, IT-യുമായി ബന്ധപ്പെട്ട്, കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട്, ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഈ സ്കോർ എത്തിക്കാവുന്നതാണ്. കാരണം മെയിൻസിന് 3 മാർക്കേ ഉള്ളൂ. 3 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇനി നോക്കൂ, ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ് മുതലായിട്ടുള്ള ഒരു വലിയൊരു ഭാഗം എഴുതുമ്പോൾ തന്നെ ഒരുപാട് പഠിക്കാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഫീൽ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ മാർക്കിന്റെ സ്ട്രക്ചറും അങ്ങനെ തന്നെയാണ്. എന്താണ്, 10 മാർക്ക് പ്രിലിംസിന് നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനെ തന്നെ പ്രധാനമായിട്ടും ഇതിനെ തരംതിരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പോർട്സ് ഒക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നത് കറണ്ട് അഫെയർ ആണ്. സ്പോർട്സിന്റെ ഭാഗം എപ്പോഴും ചോദിക്കുന്നത് കറണ്ട് അഫെയർ രീതിയിലാണ്. അതുപോലെ ടെന്നീസ് ഇമ്പോർട്ടന്റ് ആണ്, ക്രിക്കറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഫുട്ബോൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ പ്ലെയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ റെക്കോർഡ്സുകൾ, അല്ലെ. അപ്പൊ ഒരു വലിയൊരു ഏരിയ തന്നെ ഉണ്ട് സ്പോർട്സ് എന്ന് പറയുന്നത്. അവിടുന്ന് കറണ്ട് അഫെയർ ആണ് നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കേണ്ടത്. ആർട്സിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ചോദിക്കുകയാണെങ്കിൽ കഥകളിയൊക്കെയാണ് ആർട്സിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. കൂടിയാട്ടം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന ചോദ്യങ്ങളിൽ ഇതേ കഥകളി പോലെയുള്ള ആചാരാനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫെയർ ചോദിക്കാറുണ്ട്, ചില കലാകാരന്മാരെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട്. കൾച്ചർ എന്ന് പറയുന്ന ഭാഗമാണെങ്കിലും ലിറ്ററേച്ചർ തൂലികാ നാമങ്ങൾ, അതുപോലെ തന്നെ ചില എഴുത്തുകാർ എന്നൊക്കെ ചോദിച്ച് പണ്ട് മലയാളത്തിന്റെ ഭാഗമായിട്ട് ചോദിച്ചിരുന്ന ആ ഒരു പോർഷൻ എടുത്തിട്ട് ഇപ്പൊ എന്താണ്, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെയൊക്കെയാണ് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാനുള്ളത്? ചില പുതിയ എഴുത്തുകാരുടെ അവർക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ, അതുപോലെ അവാർഡ് കിട്ടിയ പുസ്തകങ്ങൾ, കൃതികൾ, അതുപോലെ ചില അവാർഡുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു വിഭാഗം എന്താണ്, ഇങ്ങനെയുള്ള ഈ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് കറണ്ട് അഫെയർ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്. പഠനം തുടങ്ങിയവരാണെങ്കിലും തുടങ്ങാനിരിക്കുന്നവരാണെങ്കിലും ഡെയിലി കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് പ്രിലിംസ് വളരെ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റുക. ഇത് പഠിച്ചത് നമുക്ക് കൂടുതലാവില്ല. കാരണം എന്താ, ഇതേ ടോപ്പിക് തന്നെയാണ് നമ്മൾ എവിടെയും പഠിച്ചു പോവുക, ഈ മെയിൻസിന് വേണ്ടിയിട്ടും പഠിച്ചു പോവുക. അപ്പൊ പ്രിലിംസും മെയിൻസും തമ്മിൽ വലിയൊരു കാലത്തിന്റെ അല്ലെങ്കിൽ ദിവസത്തിന്റെ മാസത്തിന്റെ ഗ്യാപ്പ് വരാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ നടക്കുന്ന പരീക്ഷകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഠിച്ചു വെച്ചത് പ്രിലിംസിനും മെയിൻസിനും കൂടിയിട്ടൊന്ന് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നാവും എന്നാണ് തോന്നുന്നത്. ഓക്കെ. ഇനി ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പ്രിലിംസ് ആണെങ്കിൽ 20 മാർക്കിനുണ്ട്,
മെയിൻസ് ആണെങ്കിൽ അത് 10 മാർക്കിനേ ഉള്ളൂ. പ്രിലിംസ് പ്രിലിംസ് കിടക്കാൻ കുറച്ചും കൂടി സുഖമാണ്. ഈ ഗ്രാമറുമായി ബന്ധപ്പെട്ട സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. റിപ്പോർട്ട് സ്പീച്ച് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ആക്റ്റീവ് പാസീവ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം പ്രധാനപ്പെട്ടിട്ടുള്ള ഗ്രാമറായിട്ടുള്ള ഭാഗങ്ങൾ, ഗ്രാമറിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്തുനിന്ന് ഒരു ചോദ്യം പോലും നമുക്ക് എന്ത് ചെയ്യരുത്, തെറ്റാതിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ചില ആന്റോണിംസും സിനോണിംസും ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് കിട്ടാത്ത വാക്കുകളായിരിക്കാം. പക്ഷേ എന്ത് ചെയ്യാം, ഈ ഗ്രാമറിന്റെ ഭാഗം നമുക്ക് കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ നമ്മുടെ മറ്റു മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇനി മലയാളത്തിന്റെ കേസിലാണെങ്കിൽ മലയാളത്തിൽ മാറ്റമില്ല, 10 തന്നെയാണ്. മലയാളത്തിലെ ഗ്രാമറിന്റെ ഭാഗം ഈ അടുത്ത കാലത്ത് 1-2 ചോദ്യങ്ങളിലേക്ക് ഒതുങ്ങിയിട്ട് കൂടുതലും മറ്റ് ഭാഗങ്ങളാണ് വരുന്നത് അല്ലെ. അതായത് വിപരീത പദം കണ്ടെത്തുക, തെറ്റായ പദം കണ്ടെത്തുക, വാക്യത്തിന്റെ ഘടന ശരിയാക്കുക, വാക്യത്തിലെ തെറ്റ് കണ്ടുപിടിക്കുക, ട്രാൻസ്ലേഷൻ പോലെയുള്ള മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അതും പല പര്യായങ്ങളും വിപരീതങ്ങളും എഴുത്തുകാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ SCRT പാഠപുസ്തകത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ SCRT പഠനത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. അപ്പൊ മലയാളം അങ്ങനെ പോവും. ഇനി മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷിന്റെ അതുപോലെ തന്നെയാണ്. 20 മാർക്ക് മെയിൻസിലേക്ക് എത്തുമ്പോൾ അത് 10 മാർക്ക്. നോക്കൂ, മെയിൻസിന്റെ പ്രിലിംസിന്റെ കേസ് നോക്കുന്ന സമയത്ത് 50 മാർക്കോളം ഏത് ഭാഗത്തു നിന്ന് തന്നെയാണ്, ഈ പറയുന്ന മലയാളം ഇംഗ്ലീഷ് മാത്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് തന്നെയാണ്. അപ്പൊ മാത്സ് ആണെങ്കിലും ആവറേജ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തെറ്റരുത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഈ ബോർഡ് മാസ് പോലെയുള്ള ചോദ്യങ്ങൾ തെറ്റരുത്, ഭിന്നസംഖ്യകൾ തെറ്റരുത്. സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളൊന്നും നമുക്ക് തെറ്റാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം നമ്മൾ പഠനത്തിനെ ഒന്ന് ക്രമീകരിക്കേണ്ടി വരും. അപ്പൊ ഇത്രയാണ് ഒരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വളരെ ഇപ്പൊ തന്നെ തുടങ്ങുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രിലിംസ് കടക്കാവുന്നതേ ഉള്ളൂ. ഇമ്പോർട്ടൻസ് മെയിൻസിനും കൂടി കൊടുത്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ മെയിൻസും കൂടി നമുക്ക് കടക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇനി പ്രിലിംസ് ഓൺലി സെഷൻസ് വന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. പ്രിലിംസിന് മാത്രം വരുന്ന കുറച്ച് സെക്ഷൻസ്. ഏതാണത്? ഒന്ന് ജനറൽ സിവിക്സ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന് അല്ലെ. അത് നമുക്ക് ഒരുപാട് സമയം കൊടുത്ത് പഠിക്കാനൊന്നും പറ്റില്ല. കാരണം വലിയൊരു ടോപ്പിക്കാണ്. വെറും 5 മാർക്കിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഒരുപാട് സമയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന എളുപ്പമുള്ള കുറച്ച് ടോപ്പിക്കൊന്നും ചിലപ്പോൾ നമുക്ക് പഠിച്ചെത്തിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ഓവറോൾ പഠനമായിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ച് ഏത് ഭാഗത്തു നിന്നാണ് ഒരു ജനറൽ സിവിക്സ് എന്ന് ചോദ്യം വരുന്നത് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കണം ഈ ഭാഗം നോക്കേണ്ടത്. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, അതും 5 മാർക്കിന് പ്രിലിംസിന് മാത്രം ചോദിക്കുന്നതാണ്. ഇതും ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ട് കറണ്ട് അഫെയറിന് തന്നെയാണ് അവിടെ സാധ്യത. അത് പക്ഷെ നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ മറ്റു കറണ്ട് അഫെയറിൽ ഈ ഭാഗം വരുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഊന്നൽ കൊടുത്ത് പഠിച്ച് ഈ ഒരു 5 മാർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത് എന്നല്ല, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് മറ്റു എളുപ്പമുള്ള ഭാഗങ്ങൾ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അപ്പൊ അവിടുന്ന് നമുക്കൊരു 3 മാർക്ക് വെച്ചിട്ടൊക്കെ സ്കോർ ചെയ്താലും കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ്. ഇനി മെയിൻസിന് മാത്രമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് അല്ലെ. കേരള ഗവേൺസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്കിന് ചോദിക്കും. ഈ അടുത്ത് നടന്ന പരീക്ഷകളിലെ എല്ലാ ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും കളക്ട് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ വർക്കൗട്ട് ചെയ്യണം. കാരണം നമുക്ക് കിട്ടാനുള്ളത് 10 മാർക്കാണ്. ഈ 10 മാർക്ക് മെയിൻസിനെ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. തർക്കമില്ലാത്ത കാര്യമാണ്. പ്രിലിംസ് അല്ല, മെയിൻസ് ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കത് എത്രയും പെട്ടെന്ന് തുടങ്ങി വെക്കേണ്ട ഒരു ഏരിയയാണ്. മെയിൻസിന് ഇപ്പൊ തന്നെ നിങ്ങൾ പ്രിലിംസ് കടക്കുവോ അത് കഴിഞ്ഞിട്ടായിരിക്കുമോ പഠനം, അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമ്മൾ മെയിൻസിന് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പഠനം ആരംഭിക്കേണ്ടതുണ്ട്. ഇനി ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് 6 മാർക്കിന് വരുന്നുണ്ട് അല്ലെ. ഈ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ചില ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ ചോദിക്കാറുണ്ട്. അതും കറണ്ട് അഫെയറുമായിട്ട് തന്നെയാണ് പ്രധാനമായിട്ടും ചേർന്ന് നിൽക്കുന്നത്. ഇനി ഫിസിക്സ് നിന്ന്, സയൻസിന്റെ ഭാഗത്ത് നിന്ന് ഫിസിക്സിൽ നിന്ന് 3 മാർക്ക്, കെമിസ്ട്രി ആണെങ്കിൽ 3 മാർക്ക്, ഇമ്പോർട്ടന്റ് ലോസ് ആണെങ്കിൽ 5 മാർക്ക് അല്ലെ. ഇമ്പോർട്ടന്റ് ലോസ് എന്ന് പറയുന്ന ഭാഗം ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗം പോക്സോ ആക്ട് ചോദിക്കാറുണ്ട്, ഗാർഹിക പീഡന നിയമം ചോദിക്കാറുണ്ട് അല്ലെ. അതുപോലെ മനുഷ്യാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട നിയമം, ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം. ഇതൊന്നും കൂടാതെ ഉപഭോക്തൃ സംരക്ഷണ നിയമം, അതാണ് ഏറ്റവും കൂടുതലായിട്ട് എല്ലാ പരീക്ഷ പേപ്പറിലും കണ്ടുവരുന്നത്. അപ്പൊ അത്തരം ഭാഗങ്ങൾക്കൊക്കെ ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇപ്പൊ തന്നെ നമ്മൾ മെയിൻസ് എഴുതാൻ പോകുന്നു എന്ന് ഉറച്ച വിശ്വാസത്തില് പഠനം തുടങ്ങിയാലാണ് പ്രിലിംസ് കടന്നാലും നമുക്ക് ഈ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ മെയിൻസ് ഓൺലി സെഷൻസ് 10, 16, 16, 5, 21, 2, 23, 3, 26 മാർക്കോളം ഈ ഭാഗത്തു നിന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്തിന് നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. നമുക്ക്
പഠിച്ചെടുക്കേണ്ട, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. നോക്കൂ, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ വന്നിരിക്കുന്നത് അല്ലെ. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും അതിനെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു പൊസിഷനാണ് അല്ലെ. KSFE പോലെയുള്ള സ്ഥാപനങ്ങളിൽ കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ്, അല്ലെങ്കിൽ അത്രയും ഒരു ഗ്ലാമറസ് പോസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ജോലിയാണത്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, സാലറി മറ്റു കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉടനെ തന്നെ വരും, കാരണം ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രിലിംസ് നടക്കാൻ ഒരുമിച്ചാണ് പ്രിലിംസ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് അത് ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സുകൾ, അതുപോലെ തന്നെ ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാനാണെങ്കിൽ ഈ നമ്പറിലൊന്ന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. നമ്മുടെ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതായത് ഡെയിലി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഒരു ദിവസം കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ വീക്കിലി എക്സാംസ് ഉണ്ടായിരിക്കും. ഒരാഴ്ച നിങ്ങൾ എന്ത് ചെയ്തു എന്നതിന്റെ റിസൾട്ടാണ് ആ ആഴ്ചയിൽ വരുന്നത് അല്ലെ, വീക്കെൻഡിൽ വരുന്നത്. ഒരാഴ്ച നിങ്ങൾ സ്കിപ്പ് ചെയ്തോ അത് ആ പരീക്ഷയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അതിനാണ് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, വീക്കിലി എക്സാം ഉണ്ടായിരിക്കും, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരിക്കും അല്ലെ. ചില നമ്മൾ ഒന്ന് ഡൾ ആവുകയാണെങ്കിൽ, പഠിക്കാൻ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ കൂടെ നിന്ന് ആ ഒരു മെന്റർഷിപ്പിന്റെ മാക്സിമത്തിൽ കൂടെ നിന്നിട്ട് മെന്റർ ഒപ്പം ഉണ്ടായിരിക്കും, നിങ്ങൾ തന്നെ ആ പഠനത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ. അതുപോലെ ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ ആയിരിക്കും. വെറുതെ അത് ഇത് എന്നല്ല, കൃത്യമായിട്ട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് എത്തിച്ചു തരും. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബാച്ച് മുന്നോട്ട് പോകുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കിനായിട്ട് അതിന് സ്പെഷ്യൽ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, എക്സ്ട്രാ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ടോപ്പിക് തീർന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളവിടെ അവസാനിക്കില്ല, അതിനുവേണ്ടി എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വെച്ച് തരും. അതുപോലെ തന്നെ PDF നോട്ടുകൾ ലഭിക്കും, റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ CCയുടെ പുതിയൊരു ബാച്ചുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ താഴെ പറയുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ അല്ലെ, നമ്മൾ എഴുതിയിരിക്കുന്നത് തന്നെ MEM അല്ലെ. എന്താണത്? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന ഒരു ഭാഗം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇതാണ് ഏറ്റവും റാങ്ക് നിർണ്ണയിക്കുക എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ പരീക്ഷയുടെ ഒരു ഗതി നിർണ്ണയിക്കാൻ എന്തിനു പറ്റും? ഈ പറഞ്ഞ ടോപ്പിക്കിന് പറ്റും. കാരണം പ്രിലിംസിന് വരുന്നത് 20 മാർക്ക്, 20 മാർക്ക്, 10 മാർക്കാണ്. 50 മാർക്ക് അവിടെ എന്ത് വരും? ഈ പറഞ്ഞ ഭാഗത്തുനിന്ന് വരും. ഇതിലൊരു 40 മാർക്ക് കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബാക്കി GKയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പ്രിലിംസ് വളരെ ഈസി ആയി അങ്ങോട്ട് കടക്കാൻ പറ്റും. ഇനി അത് മെയിൻസിലേക്ക് വരുമ്പോഴും മോശമൊന്നുമില്ല. 10 മാർക്ക്, 10 മാർക്ക്, 10 മാർക്ക്, 30 മാർക്കും അവിടെ എന്തുണ്ട്? 30 മാർക്കിന് ഈ പറയുന്ന ഭാഗത്തുനിന്നുണ്ട് അല്ലെ. ഇവ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതായത് മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു പഠനം ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഭാഗം നമുക്ക് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. നോക്കൂ, ഇനി കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്താണ്? കറണ്ട് അഫെയർ എപ്പോഴും എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. കറണ്ട് അഫെയർ എങ്ങനെ പഠിച്ചാലാണ് എത്തുക, എവിടെ നിന്ന് തുടങ്ങണം, ഏത് വർഷത്തെ തുടങ്ങണം? ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ മേടിക്കും, അത് വായിച്ചെത്തില്ല, ആകെ പ്രശ്നമാണ്. പക്ഷെ കറണ്ട് അഫെയറിനെ നമുക്ക് നോക്കുന്നത് പ്രിലിംസിന് 5 മാർക്കിനാണ് കറണ്ട് അഫെയർ വരിക. പ്രത്യേകിച്ച് ഏത് ടോപ്പിക് എന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല. കോമൺ ആയിട്ട് ഒരു 5 മാർക്ക് മിനിമം ചോദിക്കാറുണ്ട്. മിനിമം ആണ് 5 മാർക്ക്, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ പോകാറുണ്ട്. ഇപ്പൊ വരുന്നത് എന്താണ്? സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് പ്ലസ് കറണ്ട് അഫെയർ എന്നാണ് പറയുന്നത്. ഹിസ്റ്ററി പ്ലസ് കറണ്ട് അഫെയർ പറ്റുമോ? പറ്റും. ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, ഉടനെ തന്നെ അതൊരു കറണ്ട് അഫെയർ ആയിട്ട് മാറി അല്ലെ. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫെയർ, ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും നടന്നിട്ട്, ഇപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു, അതെന്തായി മാറും? അത് കറണ്ട് അഫെയർ ആയിട്ട് മാറും. എന്താണ് ടോപ്പിക്? ഭരണഘടനയാണ്. അപ്പൊ എല്ലാ ടോപ്പിക്കിനെയും കോമൺ ആയിട്ട് എടുത്തുകൊണ്ടൊരു കറണ്ട് അഫെയർ ആണ് വരാൻ സാധ്യത. ഇനി അത് മെയിൻസിന് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. മെയിൻസിനാണെങ്കിൽ അത് 15 മാർക്കോളം കറണ്ട് അഫെയർ ആണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ 15 മാർക്ക് കറണ്ട് അഫെയർ സ്പെഷ്യൽ ആയിട്ട് മെയിൻസിന് മാത്രം ചോദിക്കാവുന്ന 26 മാർക്ക്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ചേർന്ന് 30 മാർക്ക്. ഇത്രയും ഭാഗമാകുമ്പോൾ 30, 50, 60, 70, 71 മാർക്കോളം നമുക്ക് കിട്ടാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. എങ്ങനെയാണെങ്കിൽ
പഠനം നോട്ടിഫിക്കേഷൻ വന്നു അപ്ലൈ ചെയ്തു ഉടനെ തുടങ്ങി. ചിലരെങ്ങനെയാണ് ഞങ്ങൾ മെയിൻസ് പാസ്സാവണം അല്ല പ്രിലിംസ് പാസ്സാവൂ, പ്രിലിംസ് പാസ്സായാലല്ലേ മെയിൻസിന് പഠിക്കണ്ടോ, ആ ചിന്താഗതിയാണ് നമ്മൾ മാറ്റേണ്ടത്. നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, പ്രിലിംസ് നമ്മൾ പാസ്സാവും, ഒരു തർക്കമില്ല. ദെൻ ഇപ്പൊ തന്നെ മനസ്സിൽ നമ്മൾ മെയിൻസ് എഴുതാൻ പോകുന്ന ആളാണെന്ന് തീരുമാനിക്കുക, പഠനം ആരംഭിക്കുക. അപ്പോൾ സിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാച്ചിന്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. വാട്സപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ജോയിൻ ചെയ്യേണ്ട നമ്പർ പറഞ്ഞു തന്നു, ക്ലാസ്സിന്റെ ഒരു രീതി എന്താണെന്നും പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ സിസിയുമായി ബന്ധപ്പെട്ട് കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, മറ്റു സെഷനിൽ വീണ്ടും കാണാം. ബൈ.